ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം സ്നാനം ഒരു വലിയ കൽപ്പന എന്ന തലക്കെട്ടിൽ ചില ആമുഖ സത്യങ്ങളാണല്ലോ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരുന്നത്. ക്രിസ്തീയ സ്നാനം അങ്ങനെ അവഗണിക്കാവുന്നൊരു കാര്യമല്ല. പിന്നെയോ അതിന് നൽകേണ്ട പ്രാധാന്യം നൽകി അനുഷ്ഠിക്കാൻ ആവശ്യമുണ്ട് എന്നുള്ളതായ സത്യമാണ് ആ ബന്ധത്തിൽ നാം ചിന്തിച്ച് വന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 2 വാക്യങ്ങൾ ഒന്ന് നോക്കിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞായിരുന്നു. നിങ്ങളത് നോക്കിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഒരു കൽപ്പനയോടുള്ള ബന്ധത്തിൽ വലിയ കൽപ്പന എന്നുള്ളതായ പ്രയോഗം പ്രസക്തമാണോ എന്നുള്ളതായ ചിന്തയിൽ ആണ് 2 വാക്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞിരുന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളായിരുന്നു. അത് മനപ്പാഠം ഒന്ന് ഓർത്ത് വരണമെന്ന് പറഞ്ഞായിരുന്നു. എങ്കിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ക്രമീകരണത്തിൽ മനപ്പാഠം പറയാനുള്ള ഒരസൗകര്യമുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലം അത് പറയണ്ട എന്ന് വിചാരിക്കുന്നു. ആ വാക്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും പൂർത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വഴിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകൾ ഒന്നഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നമ്മുടെ കർത്താവ് പറഞ്ഞ ഗിരിപ്രഭാഷണത്തിലാണ് ഈ മനോഹരമായ സത്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നതാണ്. എങ്കിലും ഈ 2 വാക്യങ്ങളെ ഉൾപ്പെടുത്തി ചില അടിസ്ഥാന പാഠങ്ങൾ ഒത്തിരി വിശദീകരണം കൂടാതെ ഞാൻ പറഞ്ഞു പോകാം എന്ന് കരുതുകയാണ്. 18-ാമത്തെ വാക്യം വളരെ മനോഹരമായൊരു സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. വചനത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകയില്ല എന്നുള്ളത് നമ്മുടെ കർത്താവ് എത്രയോ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ പ്രതിപാദനം നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ ഈ സത്യം ആവർത്തിക്കപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. എന്തിനാണ് കർത്താവ് ഈ സത്യം ഇങ്ങനെ ആവർത്തിച്ചത്? ദൈവവചനത്തിൻ്റെ ആ കൃത്യത സൂക്ഷിക്കുന്ന കാര്യത്തിൽ കർത്താവിൻ്റെ തലമുറയിലും ആളുകൾക്ക് പരാജയങ്ങൾ നേരിട്ടിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പം അതുകൊണ്ട് കർത്താവ് ഈ സത്യത്തെ ഏറ്റവും ശക്തമായി ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രയോഗത്തിലൂടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അതൊരൊറ്റ വായനയിൽ നമുക്ക് ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. ഒരു വള്ളിയോ പുള്ളിയോ ഒഴിഞ്ഞു പോകയില്ല എന്നുള്ളതായ കാര്യം നമ്മുടെ കർത്താവ് ഇവിടെ എടുത്തു പറയുകയാണ്. അത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? വള്ളിയും പുള്ളിയും ഒഴിഞ്ഞു പോകയില്ലെങ്കിൽ നമ്മൾ ഈ വചനം പ്രമാണിക്കുമ്പോൾ എങ്ങനെ പ്രമാണിക്കണം? കൃത്യമായിട്ട് പ്രമാണിക്കണം. ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരുന്നില്ലെന്നുള്ളത് സൂക്ഷ്മതയോടെ
ഉറപ്പുവരുത്തി വചനം പ്രമാണിക്കാനായിട്ട് സാധിക്കണം. അതാണ് നമ്മുടെ കർത്താവിൻ്റെ ഈ വാക്കുകൾ നൽകുന്ന ഏറ്റവും ശക്തമായിട്ടുള്ളതായ പ്രബോധനം. അപ്പം നമ്മുടെ വിഷയത്തിൽ ഞാൻ ചേർത്ത് പറയട്ടെ, ക്രിസ്തീയ സ്നാനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് ഉപദേശിക്കപ്പെട്ടിരിക്കുന്നുവോ അതിന് യാതൊരു അഴവും വരുത്താതെ, ഒരു വ്യത്യാസവും വരുത്താതെ ഏറ്റവും കൃത്യമായിട്ട് ഈ സത്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. 119 സങ്കീർത്തനം 4-ാം വാക്യം നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള വാക്യമാണ്. നിൻ്റെ പ്രമാണങ്ങളെ, അടുത്ത വാക്കാർക്കിരുന്ന് പറയുമോ, കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ച് തന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എങ്ങനെയെങ്കിലുമൊക്കെ പ്രമാണിച്ചാൽ പോരാ, പിന്നെയോ അതേറ്റവും കൃത്യമായിട്ട് നാം പ്രമാണിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ സന്ദേശം വളരെ വ്യക്തമായി കൈമാറുമാറാണ് നമ്മുടെ കർത്താവ് ഈ സത്യം എടുത്തു പറയുന്നത്. ഒരുപക്ഷെ ഇതിനേക്കാൾ പരിചയമുള്ളൊരു വാക്യത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ചേർത്ത് ഓർത്തു പോകാം എന്ന് കരുതുകയാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം ഒരു കൊച്ചു വാക്യമാണ്, നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു വാക്യമാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നിട്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അപ്പോൾ അവിടെ കർത്താവ് ഈ സത്യം ഉറപ്പിക്കുമ്പോൾ സാധാരണ നിലയിൽ ഒഴിഞ്ഞു പോകുകയില്ലെന്ന് നമ്മൾ വിചാരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. സാധാരണ നിലയിൽ നമ്മൾ ഒഴിഞ്ഞു പോകില്ല എന്ന് വിചാരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏതാണ്? ആകാശവും ഭൂമിയും. അതിന് ഏതായാലും ഒരു മാറ്റം വരികയില്ല എന്നുള്ളതാണ് നാം സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് ആ സത്യം എടുത്ത് പറഞ്ഞിട്ട് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞ് പോകുകയില്ല. അതുകൊണ്ട് നമ്മൾ സ്നാനത്തെക്കുറിച്ചുള്ളതായ ഈ പാഠങ്ങൾ പഠിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞ കൽപ്പനയാണ് നമ്മൾ ഇനി ചിന്തിക്കാനായിട്ട് പോകുന്നത്. ആ എൻ്റെ വചനങ്ങൾ എന്നുള്ളതായ പ്രയോഗം അതിൽ തന്നെ എത്രയോ മഹത്തരമായ പ്രയോഗമായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഈ വാക്യം ഇന്ന് പകൽ ചിന്തിക്കുമ്പോൾ ഓർത്തൊരു കാര്യം, മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ പ്രതിപാദ്യ വിഷയം എന്താണ്? ഒരു വിഷയമാണ് അവിടെ പറയുന്നത്. ഓർക്കുന്നുണ്ട് എന്താണെന്ന്? മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ വീണ്ടും വരവിൻ്റെ ലക്ഷണങ്ങൾ വിശദീകരിക്കുകയാണ്. ആ അധ്യായം മുഴുവനും അതാണ്. കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളങ്ങൾ വളരെ കൃത്യമായി കർത്താവ് ഈ അധ്യായത്തിൽ വിശദീകരിക്കുകയാണ്. ഇത് വിശദീകരിക്കുന്നതിൻ്റെ ഇടയിൽ ഓർപ്പിക്കുകയാണ്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിനെ സംബന്ധിക്കുന്നതായ സത്യങ്ങളിൽ അവിശ്വാസം ജനിപ്പിക്കത്തക്കവണ്ണം ശത്രുവായ പിശാച് തുടക്കം മുതൽ ശ്രമിക്കുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ ആ സത്യം എടുത്തു പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർക്കാറുണ്ട്. പരിഹാസികൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്? അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? വാഗ്ദത്തം എവിടെ എഴുതി വച്ചിരിക്കുന്നത്? വചനത്തിലാണ്. അപ്പോൾ പരിഹാസികൾ ചോദ്യം ചെയ്യുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് എഴുതപ്പെട്ട തിരുവെഴുത്തുകളിൽ സംശയം ജനിപ്പിക്കത്തക്കവണ്ണം ശ്രമിക്കുന്നു
എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിലും ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവ് ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന ഈ നാടുകളിൽ പിശാച് ആ സത്യത്തെ നമ്മൾ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാതിരിക്കത്തക്കവണ്ണം നമ്മെ പരീക്ഷിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആ പരീക്ഷയിൽ കുടുങ്ങിപ്പോകരുത്. ഞാൻ ആ വാക്യത്തിൽ നിന്ന് പറയുമ്പോൾ ഒരു കാര്യം ഒന്ന് ചേർത്ത് ഓർപ്പിക്കാറുണ്ട്. നാം പഠിക്കുന്ന വിഷയത്തിൽ അത് ഒത്തിരി പ്രധാനമുള്ള കാര്യമല്ലെങ്കിലും അതൊന്ന് ചേർത്ത് ഓർപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ശക്തമായ ഉറപ്പ് നൽകുന്ന ഘടകം എന്താണ്? മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലെ അടയാളങ്ങളാണോ നമുക്കതിൻ്റെ ഉറപ്പ് നൽകുന്നത്? അല്ല. പിന്നെയോ നമ്മുടെ കർത്താവ് നൽകിയിട്ടുള്ളതായ വാഗ്ദത്തമാണ്. അപ്പോൾ ഈ അടയാളങ്ങളെ നോക്കിയല്ല നമ്മൾ കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുന്നത്. നമ്മൾ കൂടെ ഓർക്കാറുണ്ട്, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വേദപുസ്തകം ഒടുവിലത്തെ അധ്യായമാണ്. അവിടെ ഈ വാഗ്ദത്തം എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? 3 പ്രാവശ്യം പറയുന്നുണ്ട്. 22-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലുണ്ട്, 12-ാമത്തെ വാക്യത്തിലുണ്ട്, 20-ാമത്തെ വാക്യത്തിലുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ സാന്ദർഭികമായിട്ടൊന്ന് ഓർപ്പിക്കട്ടെ, നമുക്കിന്ന് രാത്രിയിലും നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഈ വാക്യത്തിൽ വന്നപ്പോൾ സാന്ദർഭികമായി ഞാനൊന്ന് പറഞ്ഞു എന്നേയുള്ളൂ. ഇവിടെ കർത്താവ് തൻ്റെ വചനത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. ഈ ആകാശത്തെയും ഭൂമിയെയും കുറിച്ച് വേദപുസ്തകത്തിൽ കർത്താവ് പറഞ്ഞതുകൂടാതെ ഒരുപക്ഷെ ഈ വാക്കുകൾ നേരിൽ കണ്ട അപ്പോസ്തലന്മാരും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു വാക്യം നമുക്കൊന്നങ്ങ് വായിച്ചു പോകാം എന്ന് ഞാൻ കരുതുകയാണ്. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുമ്പോൾ ഈ വലിയ സത്യം ഉറപ്പിച്ച് പറയുന്നതായി നമ്മൾ കാണുന്നുണ്ട്. വായിച്ചാട്ടെ. ഭാവിയുടെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴുക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴുകി ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. അപ്പോൾ ഞാനതിൻ്റെ ഓരോ വാക്കുകളും എടുത്ത് വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ആ വാക്യത്തിൻ്റെ തുടക്ക വാക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. അപ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഈ പ്രധാനപ്പെട്ട കാര്യം പത്രോസ് അപ്പോസ്തലൻ അവിടെ എടുത്തു പറയുകയാണ്. പിന്നെ പറയുന്നൊരു ശാസ്ത്രീയ സത്യമാണ്, അതൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളതായൊരു സത്യമാണ്. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഈ ലോകത്തിൽ ഭൂമിയിലുള്ള പണികൾ എന്തോ ഒരു ആകർഷണീയത്വമുള്ള പണികളാണ്. അങ്ങനെയുള്ള ചില പണികൾ കാണേണ്ടതിന് വേണ്ടി ആളുകൾ എന്തോ ഒരു ബന്ധപ്പെട്ടാണ് ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, ഈ ഭൂമിയും അതിൻ്റെ പണികളും എത്രയോ നിസാരമാണ് എന്നുള്ളതായ കാര്യം എടുത്തു പറയുകയാണ്. അത് വെന്തു പോകാനുള്ളതാണ്. ഞാനിന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, ഇത് മനസ്സോടെ മറന്നു കളയത്തക്കവണ്ണം, അത് പത്രോസ് അപ്പോസ്തലൻ്റെ ഒരു പ്രയോഗമാണ്. ഈ വലിയ സത്യം നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ സത്യം മനസ്സോടെ മറന്ന്
ഈ ഒഴിഞ്ഞു പോകുന്നതിൻ്റെ വെന്തുപോകാനുള്ളതിനോടുള്ളതായ വലിയ ആവേശത്തിലും താല്പര്യത്തിലും നമ്മൾ ജീവിച്ചു പോകാനുള്ള വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മറന്നു കളയുന്നില്ല. ഈ സത്യങ്ങൾ അതുപോലെ നാം വിശ്വസിക്കുന്നു എന്നുള്ളത് ഓരോ ദിവസവും ഉറപ്പുവരുത്തേണ്ടതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതൊക്കെ ഈ വാക്യം നിന്ന് ചിന്തിക്കാവുന്ന മറ്റ് പ്രധാനപ്പെട്ട സത്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒഴിഞ്ഞു പോകും, വെന്തു പോകും എന്നൊക്കെ പറയുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ ആ മഹത്വവും അതിൻ്റെ നിശ്ചയവും എത്രയോ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ദാസൻ ഓർപ്പിക്കുകയാണ്. വിശദീകരണം കൂടാതെ ഞാൻ പത്രോസ് അപ്പോസ്തലൻ്റെ 1-ാം ലേഖനത്തിൽ നിന്ന് നമുക്കേറെ പരിചയമുള്ള ഒരു വാക്യം കൂടി ചേർത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ആ വാക്യം നമ്മൾ അങ്ങനെ വായിക്കേണ്ട ആവശ്യമില്ല. 1-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സകല ജഡവും പുല്ലുപോലെയാണ്, അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. അടുത്ത വാചകം ഓർക്കുണ്ടോ? പുല്ലുവാടി പൂ ഉതിർന്നു പോയി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ വായിച്ച വാക്യത്തിൽ ഈ ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും അതിൻ്റെ പണികളെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഈ വാക്യത്തിൽ നമ്മുടെ കാര്യം പറയുകയാണ്. നമ്മൾ എത്രയോ നിസാരന്മാരായിട്ടുള്ള ആളുകളാണ്. ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളെ പോലെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവവചനം ധ്യാനിക്കുമ്പോൾ ആ പാട്ടിൻ്റെ ലൈൻ ഓർത്തു. ഇന്ന് കണ്ട് നാളെ വരെ നിൽക്കണമെന്ന് നിർബന്ധമുണ്ടോ? യാതൊരു നിർബന്ധമില്ല. ഇന്ന് കണ്ട് ഇന്ന് തന്നെ വാടിപ്പോകുന്ന പൂക്കളെ പോലെയുള്ള നിസാരതയുള്ളവരാണ് നാം എന്നുള്ളതായ ആ വലിയ തിരിച്ചറിവ് സൂക്ഷിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് എല്ലാവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മൾ എത്രയോ നിസാരന്മാരാണ്. എന്നാൽ അടുത്ത വാചകം എന്താണ്? കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും, എന്നേക്കും നിലനിൽക്കും. അപ്പം മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ മഹത്വവും അത് നിലനിൽക്കുന്നതാണ് എന്നുള്ളതും എത്രയോ ശക്തമായി ഉറപ്പിക്കുകയാണ്. ഈ വാക്യത്തിൽ നിന്ന് ഞാൻ സാധാരണ ഒരു ദൂത് പറയാറുണ്ട്. നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടായിരിക്കും അത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഏറ്റവും നിസ്സാരന്മാരാണ്. പക്ഷെ നമ്മൾ ഓരോ ദിവസവും വായിക്കുന്ന വചനം, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ നമുക്കൊരു വലിയ പാഠമുണ്ട്. നിസാരന്മാരായ നമുക്ക് എന്നേക്കും നിലനിൽക്കുന്ന വചനം ഉൾക്കൊണ്ട് പ്രമാണിച്ച് ജീവിക്കാനായിട്ട് സാധിച്ചാൽ ആ ജീവിതത്തിൻ്റെ പ്രതിഫലനം എന്നുവരെ നിലനിൽക്കും, നിത്യത വരെ നിലനിൽക്കും. എനിക്ക് ഭയങ്കര ആവേശം നൽകുന്നതായ ഒരു ചിന്തയാണിത്. കാരണം നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം എപ്പോൾ വേണമെങ്കിലും തീർന്നു പോകാം. പക്ഷേ നമ്മൾ ഈ ലോകത്തിനപ്പുറമുള്ള നിത്യമായ ജീവിതത്തെക്കുറിച്ച് ഉറപ്പേറിയ പ്രത്യാശയുള്ള ആളുകളാണ്. അപ്പോൾ ഇവിടെ എന്താ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുന്നത്? നമ്മുടെ മുമ്പിൽ സമയം കുറവാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാലും ദൈവം തന്ന വചനത്തെ ഏറ്റവും കൃത്യമായി സൂക്ഷിക്കേണ്ടതിന് വേണ്ടി ആ കുറഞ്ഞ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതാണ് വിവേകം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച എല്ലാ ഗൗരവത്തിലും ഏറ്റെടുത്ത് സൂക്ഷിക്കാനായിട്ട് ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഈ ഉൾക്കാഴ്ചയിലേക്ക് ഒരു ദൈവത്തിൽ വന്നാൽ ദൈവം തന്ന സമയം കൊണ്ട് ഏറ്റവും കൃത്യമായി ദൈവം ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളതായ ദൈവവചന സത്യങ്ങളെ സൂക്ഷിക്കേണ്ടതിനു വേണ്ടി ഏത് വിലയും കൊടുക്കുവാൻ
നമ്മൾ ഒരുക്കമുള്ളവരായിട്ട് തീരും. ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഇവിടെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിക്കുന്ന ഈ ഗൗരവതരമായ സത്യം ഉൾക്കൊണ്ട് പ്രായോഗികമാക്കി ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. വള്ളിപുള്ളി വ്യത്യാസം വരുത്താതെയുള്ള അനുസരണമാണ് ഈ വചനം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് സ്നാനം എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോഴും അതിൻ്റെ വള്ളിപുള്ളി വ്യത്യാസം വരുത്താതെ ഏറ്റവും കൃത്യമായിട്ട് ഈ സത്യത്തെ ഉൾക്കൊള്ളത്തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പിന്നെ ആ വാക്യങ്ങൾ ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നഴിക്കുന്നതിൻ്റെ നഷ്ടം ഭയാനകമാണ്. അപ്പോൾ ഈ വചനത്തിൽ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നഴിക്കുന്നത് അതിനാൽ വരുന്ന നഷ്ടം വളരെ വലുതാണ്. നഷ്ടം എന്താ? സ്വർഗരാജ്യത്തിൽ ആ വ്യക്തി ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ആ നഷ്ടം എത്ര കാലത്തിൻ്റെ നഷ്ടമാണ്? നിത്യതയുടെ നഷ്ടമാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ ഈ വചനം അത് ഏറ്റവും കൃത്യമായി പ്രമാണിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കണം. ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. നമ്മളിങ്ങനെ ദൈവവചന സത്യങ്ങളെയൊക്കെ സൂക്ഷിക്കേണ്ട ആവശ്യം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വലുതായിട്ട് പലപ്പോഴും വരുന്നത് ഈ ലോകത്തിൽ ഉള്ള ചില നഷ്ടങ്ങളാണ്. ഈ ലോകത്തിലെ നഷ്ടം നമ്മൾ ഒരാൾ വലുതായി കാണുമ്പോൾ പിന്നെ ഇത് സൂക്ഷിക്കണം എന്നുള്ളൊരു നിർബന്ധമൊന്നും ഉണ്ടാകുകയില്ല. കാരണം ഈ ലോകത്തിലെ നഷ്ടമായിരിക്കും നമ്മൾ ഏറ്റവും വലുതായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. ഇവിടെ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുന്നതായ കാര്യം, ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നഴിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഈ വലിയ കൽപ്പനയായ സ്നാനം അഴിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്താലോ, അതെങ്ങനെ ഇനി പറയേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ഏറ്റവും ചെറിയ കൽപ്പനയിൽ ഒന്ന് അഴിക്കുന്നത് ഇത്ര വലിയ നഷ്ടം നിത്യതയിൽ വരുത്തുന്നതിന് കാരണമായിട്ട് തീരുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ വലിയ കൽപ്പന അഴിക്കുകയും പഠിപ്പിക്കുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നത് എത്രയോ ഗൗരവതരമായ കാര്യമായിരിക്കും. ചില ആളുകൾക്ക് അവരുടെ ജീവിതത്തിന് വലിയ ദൗത്യമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് ഇതാണ്. എന്തോരം പേരെ സ്നാനപ്പെടാതെ തടയാൻ പറ്റുമോ അതാണ് അവരുടെ ശുശ്രൂഷയുടെ വിജയമായിട്ട് അനേകർ കാണുന്നത്. അവരൊത്തിരി പ്രസംഗമൊക്കെ പറയുന്ന ആളുകളാണ്. പ്രസംഗമൊക്കെ പറയുന്നതിൻ്റെ ലക്ഷ്യം തന്നെ ഈ കാര്യത്തിൽ നിന്നും ആളുകളെ അകറ്റി നിർത്തുക എന്നുള്ളതായ കാര്യം സാധിക്കേണ്ടതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അതെത്ര വലിയ നഷ്ടത്തിന് കാരണമായിട്ട് തീരും എന്നുള്ള വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു സത്യം കൂടി ഞാൻ ചേർത്ത് പറയുന്നത്, ഇവർ അഴിച്ച് ജീവിക്കുന്നവർ മാത്രമല്ല, പിന്നെ അഴിച്ചെന്ത് ചെയ്യുന്നവരാണ്? അഴിച്ച് പഠിപ്പിക്കുന്നവരാണ്. അപ്പോൾ അഴിച്ച് ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ എത്രയോ ഗുരുതരമാണ് അഴിച്ച് പഠിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിൻ്റെ നഷ്ടം, അതിൻ്റെ ഗൗരവം
എത്രയോ വലിയ നഷ്ടമായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കറിയാം, വചനം പഠിപ്പിക്കുന്നത് ഭാഗ്യമാണ്, ഇല്ലേ? അത് പറയുന്നൊരു വാക്യമുണ്ടല്ലോ, നമ്മുടെ ഓർമ്മയിൽ കാണുമായിരിക്കും ആ വാക്യം. ഓർക്കണ്ടോ? ആ വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഈ വചനം വായിച്ച് കേൾക്കുന്നവനും അത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. നമ്മൾ കൂടെ കൂടി ഓർക്കുന്നൊരു വാക്യമാണ്. 3 ഭാഗ്യവാന്മാർ അവിടെ ഉണ്ട്. അപ്പോൾ അതിൽ കേൾപ്പിക്കുന്നവരും ഉണ്ട്, എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഈ അഴിച്ച് പഠിപ്പിക്കുക എന്ന് പറയുന്നത്, വചനം പഠിപ്പിക്കേണ്ടവർ പഠിപ്പിച്ചാൽ അത് ഭാഗ്യകരമായ കാര്യമാണ്. പക്ഷെ അഴിച്ച് പഠിപ്പിക്കുന്നത് എത്രയോ ഗുരുതരമായ കാര്യമായിട്ടാണ് വചനം തന്ന ദൈവം കാണുന്നത് എന്നുള്ളതായ കാതലായ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഏറ്റവും കൃത്യമായിട്ട് ആചരിക്കാനും കൃത്യമായിട്ടത് പഠിപ്പിക്കുവാനും കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഇത് ബൈബിൾ ക്ലാസ് എടുക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത്. പിന്നെയോ, ദൈവത്തിൻ്റെ വചനം ആചരിക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട്. മറ്റുള്ളവരോടും പറയാൻ ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. പിന്നെ മാതാപിതാക്കൾക്ക് എന്ത് ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്? പിള്ളേരോട് ഈ വചനസത്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥനാപൂർവം പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിക്കാനുള്ള എത്രയോ വലിയ ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്വം നമ്മൾ എങ്ങനെ നിർവഹിക്കുന്നു എന്നുള്ളത് നിത്യതയിൽ വെളിപ്പെടാനായിട്ട് പോവുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്കിത് ആചരിക്കാനും പഠിപ്പിക്കാനും ദൈവം നൽകിയിട്ടുള്ളതായ അവസരങ്ങളെ വിശ്വസ്തമായി പ്രയോജനപ്പെടുത്തുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ ആ വാക്യങ്ങളിൽ നിന്ന് മുമ്പോട്ട് പോവുകയാണ്. ആരാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ? അതിൻ്റെ ഉത്തരം സിമ്പിളായി പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. ആരാ വലിയവൻ? ഈ വചനം ആചരിച്ച് പഠിപ്പിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ദൈവം നമുക്ക് ഇത് ആചരിക്കാനും പഠിപ്പിക്കാനും നൽകിയിട്ടുള്ളതായ ആ വലിയ ഉത്തരവാദിത്വം എല്ലാ വിശ്വസ്തതയിലും നിർവഹിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരിൽ പറയുന്നൊരു കാര്യം നമുക്കിവിടെ ഓർക്കാം. നാം ആരാണ്? ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രസംഗം പറയുന്നവരും ക്ലാസ് എടുക്കുന്നവരുമല്ല. പിന്നെയോ, നാം എല്ലാവരും ദൈവിക മർമ്മങ്ങൾ പ്രകാശിച്ച് കിട്ടിയ ആളുകളാണ്. അതുകൊണ്ട് വിശ്വസ്തയോടുകൂടി ഈ ദൈവിക മർമ്മങ്ങളെ കൈകാര്യം ചെയ്യാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇത് ഏറ്റവും ഭംഗിയായി നിവർത്തിച്ചിട്ടുള്ള ആളുകൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുണ്ട്. പഴയ നിയമത്തിൽ അത് ചെയ്ത ഒരാളെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർക്കാറുണ്ട്. നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ട് ആരാണെന്ന്? എസ്ര 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുന്ന മനോഹരമായ 3 സത്യങ്ങളുണ്ട്. യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാനും, 3 ഇസ്രായേലിൽ അത് ഉപദേശിക്കുവാനും എസ്ര മനസ്സ് വെച്ചിരുന്നു. ഞാൻ ആ വാക്യം പറയുമ്പോഴൊക്കെ ഓർപ്പിക്കും. മനസ്സ് വയ്ക്കാനായിട്ട് നാളെ ആവട്ടെ എന്ന് വിചാരിക്കണോ? വേണ്ട. വീട്ടിൽ പോയിട്ടാവട്ടെ എന്ന് വിചാരിക്കണോ? വേണ്ട. ഈ യോഗത്തിൽ ദൈവവചനം കേൾക്കുമ്പോഴും നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ളതായ സാവകാശമുണ്ട്. ഇപ്പം ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും ആ തീരുമാനം എടുക്കാനായിട്ട് സാധിക്കണം. ഞാൻ കൂടുതൽ വിശദമായി പറയുന്നില്ല. ആ മനുഷ്യൻ അങ്ങനെ മനസ്സ് വെച്ചു, ആ ശുശ്രൂഷ വിശ്വസ്തമായി നിർവഹിച്ചു എന്നുള്ളത് കൊണ്ട് തൻ്റെ കാലത്ത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ആത്മീക ഉണർവ് സംഭവിച്ചു.
ഇന്ന് രാത്രിയിൽ ഈ ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരും അതിന് മനസ്സ് വെച്ച് അത് പ്രായോഗികമാക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ നമ്മുടെ മധ്യത്തിൽ ആത്മീക ഉണർവ് പൊട്ടിപ്പുറപ്പെടുവാൻ ഇടയായിട്ട് തീരും. ദൈവാത്മാവ് നമുക്ക് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് ഈ വാക്യങ്ങൾ നമുക്ക് നൽകുന്ന വളരെ കാതലായൊരു സന്ദേശം, ഒരു ചെറിയ കൽപ്പനയെങ്കിലും അഴിച്ച് പഠിപ്പിച്ച് നമ്മുടെ നിത്യതയിലെ നഷ്ടം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താം. സ്നാനമെന്ന വലിയ കൽപ്പനയെ അതിൻ്റെ കൃത്യമായ നിലയിൽ മനസ്സിലാക്കി അത് സൂക്ഷ്മതയോടെ ഈ തലമുറയിൽ പഠിപ്പിച്ച് സാക്ഷ്യം വഹിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. എന്തുകൊണ്ടാണ് സ്നാനം ഒരു വലിയ കൽപ്പന ആയിരിക്കുന്നത്? ആ ചോദ്യം എഴുതിക്കോളൂ. എന്തുകൊണ്ടാണ് സ്നാനം ഒരു വലിയ കൽപ്പന ആയിരിക്കുന്നത്? ഈ ക്ലാസ് എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല. എന്നാൽ ഞാൻ ഈ വിഷയം പഠിപ്പിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഒരു 3 കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിൻ്റെ പ്രതിപാദനത്തിലേക്ക് കടക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഈ കൽപ്പന നമ്മുടെ കർത്താവ് നൽകിയ കൽപ്പനയാണ്. ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ശ്രമിക്കുകയാണ്. കർത്താവ് നൽകിയ ധാരാളം കൽപ്പനകൾ നമുക്കറിയാം. കർത്താവ് നൽകിയ പുതിയ കൽപ്പന നമുക്കറിയാം. അതും മാളികമുറിയിലെ പ്രസംഗത്തിലുള്ള കൽപ്പനയാണ്. പക്ഷേ കർത്താവ് നൽകിയ കൽപ്പനകളിൽ നിന്നെല്ലാം സ്നാനത്തിൻ്റെ കൽപ്പനയ്ക്ക് അടിസ്ഥാനപരമായൊരു വ്യത്യാസമുണ്ട്. ആർക്കെങ്കിലും ഒന്ന് പറയാമോ വ്യത്യാസം എന്നാന്ന്? നമ്മുടെ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം നൽകിയ കൽപ്പനയാണ് സ്നാനത്തിൻ്റെ കൽപ്പന. നമുക്കറിയാം, റോമർ 1:5 വാക്യത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് സാധിച്ച കാര്യം എന്താണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് പറയാമോ? ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. അപ്പോൾ ക്രിസ്തീയ സ്നാനം എന്നുള്ളത് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രൻ നൽകിയിട്ടുള്ളതായ വലിയ കൽപ്പനയാണ്. വലിയ കൽപ്പനയാണ്. ഇപ്പം ഈ കൽപ്പനയെ ചെറുതായി കാണുക എന്ന് പറഞ്ഞാൽ അത് എത്ര ഗുരുതരമായൊരു കുറ്റമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് സ്നാനത്തെക്കുറിച്ചുള്ള കൽപ്പന നമുക്ക് തരുമ്പോൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിട്ടാണ് ഈ കൽപ്പന നൽകിയത്. ഇത് നമ്മൾ വിശദമായി പഠിക്കുമ്പോൾ ഓർക്കും. എങ്കിലും ആ 2 പ്രധാനപ്പെട്ട കൽപ്പനയുടെ റെഫറൻസുകൾ ഒന്ന് എഴുതിയിട്ടോളൂ. പിന്നെയും നമുക്കത് നോക്കാനുള്ളതാണ്. ഇവിടെ തൽക്കാലം നമ്മളത് വായിക്കുന്നില്ല. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് സ്നാനത്തിനുള്ള കൽപ്പന നൽകുകയാണ്. ആ കൽപ്പനയ്ക്കൊരു വ്യത്യാസമുണ്ടല്ലോ. നമ്മൾ ഈ സ്നാനത്തിൻ്റെ ക്ലാസ്സുകൾ എത്രയോ വർഷങ്ങളായി കേൾക്കുന്ന ക്ലാസ്സാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ കർത്താവ് ഈ കൽപ്പന നൽകുമ്പോൾ എന്തിനു വേണ്ടിയുള്ള കൽപ്പനയാണ് നൽകുന്നത്? എന്തിനു വേണ്ടിയുള്ള കൽപ്പനയാണ് നൽകുന്നത്? എന്താ ജോൺ സ്നാനപ്പെടാനുള്ള ആളല്ലേ? എന്തിനു വേണ്ടിയുള്ള കൽപ്പനയാണ് നൽകുന്നത്? മത്തായി 28 സ്നാനപ്പെട്ടവർക്ക് പറയാം. ജോഷുവ പറ, എന്തിനു വേണ്ടിയുള്ള കൽപ്പനയാണ് നൽകുന്നത്?
അവിടെ നൽകുന്ന കൽപ്പന സ്നാനപ്പെടുത്താനുള്ള കൽപ്പനയാണ്, അല്ലേ? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അപ്പോൾ സ്നാനപ്പെടുത്താനുള്ള കൽപ്പന നമ്മുടെ കർത്താവ് അവിടെ നൽകുകയാണ്, പ്രിയപ്പെട്ടവരെ. അപ്പോൾ സ്നാനപ്പെടുത്താനുള്ള അധികാരവും കൽപ്പനയും സർവാധികാരിയായ കർത്താവ് നൽകിയിരിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കും. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പിന്നെ പറയാം. അപ്പോൾ സർവാധികാരിയായ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം സ്നാനപ്പെടുത്തുന്നതിനുള്ള കൽപ്പന നൽകിയിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. പിന്നെ കൽപ്പനയുള്ളത് മാർക്കോസ് സുവിശേഷത്തിലാണ്. റെഫറൻസ് എഴുതിയിട്ടാൽ മതി. മാർക്കോസ് 16:15-16 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്തിനുള്ള കൽപ്പനയാണ്? സ്നാനപ്പെടാനുള്ളതായ കൽപ്പനയാണ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ശേഷം സ്നാനപ്പെടുത്തുന്നതിനുള്ള കൽപ്പനയും സ്നാനപ്പെടുന്നതിനുള്ള കൽപ്പനയും കർത്താവ് നൽകി. അവിടെ ചുരുക്കി പറഞ്ഞിരിക്കുന്നത് ഭൂലോകത്തിൽ എല്ലായിടത്തും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. അപ്പോൾ സ്നാനപ്പെടാനുള്ള കൽപ്പന കർത്താവ് പുനരുത്ഥാനം ചെയ്ത ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് അവിടെ കൈമാറുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഇത് വലിയ കൽപ്പനയായിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ഇനി രണ്ടാമതൊരു കാരണം ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, കർത്താവ് നൽകിയ ഈ സ്നാനത്തിൻ്റെ കൽപ്പന മഹാനിയോഗത്തിൽ ഉൾപ്പെടുന്നതാണ്. മഹാനിയോഗത്തിൽ ഉൾപ്പെടുന്നതാണ്, ഗ്രേറ്റ് കമ്മീഷൻ. അപ്പം നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ഒരു മഹാനിയോഗം തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറുന്നുണ്ട്. മഹാനിയോഗത്തെക്കുറിച്ചുള്ളതായ പഠനത്തിലേക്ക് നമ്മൾ ഇപ്പോൾ പോകുന്നില്ല. എന്നാൽ ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, കർത്താവ് നൽകിയ മഹാനിയോഗത്തിൽ ഏതുമുണ്ട്? സ്നാനവും ഉണ്ട്. അപ്പോൾ ഗിരിപ്രഭാഷണത്തിലും മാളികമുന്നിലെ പ്രസംഗത്തിലുമൊക്കെ പറഞ്ഞ കൽപ്പനകളെ ഞാനിവിടെ ചെറുതാക്കുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അത് വലിയ കൽപ്പനകൾ തന്നെയാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ളത് പുതിയ കൽപ്പനയായിട്ടൊക്കെ കർത്താവ് പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ടാണത് പറഞ്ഞത്. എന്നാൽ നമ്മുടെ കർത്താവ് പുനരുത്ഥാനം ചെയ്ത ശേഷം മഹാനിയോഗം നൽകുമ്പോൾ അതിൽ സ്നാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്നാനത്തെ ഇങ്ങനെ ദുർബലപ്പെടുത്തി പഠിപ്പിക്കുവാൻ ആളുകൾ ധൈര്യപ്പെടുന്നത് എന്നുള്ളത് എനിക്കൊരു അതിശയമാണ്. കാരണം നമ്മുടെ കർത്താവ് നൽകിയ മഹാനിയോഗമല്ലേ ക്രിസ്തീയ സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ സത്യമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മഹാനിയോഗത്തിൽ ഉൾപ്പെടുന്ന 5 കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കൊക്കെ അറിയാമായിരിക്കാം. സ്നാനപ്പെടാനുള്ളവർ ഈ 5 കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്പർ ഇട്ട് അതൊന്ന് പറയുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങളൊന്ന് മനഃപ്പാഠം പഠിച്ചുകൊണ്ട് വരണം. മഹാനിയോഗത്തിൽ ഉൾപ്പെടുന്ന 5 കാര്യങ്ങൾ ഞാൻ റെഫറൻസ് പറയും. റെഫറൻസ് മനഃപ്പാഠം പഠിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല, പഠിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ഒത്തിരി വിശദീകരണം കൂടാതെ പറഞ്ഞു പോകാം. 1, പോയി പ്രസംഗിക്കണം. നമ്മുടെ കർത്താവ് നൽകിയ മഹാനിയോഗം. ഒട്ടും വിശദീകരണം പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. പോയി പ്രസംഗിക്കണം. മാർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ. 2, സാക്ഷ്യം വഹിക്കണം. സാക്ഷ്യം വഹിക്കണം.
ചില വാക്യങ്ങളൊക്കെ പറയാനായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ വാക്യം പറഞ്ഞ് വിശദീകരിക്കുന്നില്ല. ലൂക്കോസ് 24:48 വാക്യം ഒരു കൊച്ചു വാക്യമാണ്. ആരെങ്കിലും ഓർമ്മയിലുണ്ടോ ആ വാക്യം? ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. അപ്പോൾ പഠിക്കാൻ വളരെ എളുപ്പമുള്ളൊരു വാക്യമാണ്. ലൂക്കോസ് സുവിശേഷം, ഞാൻ പറഞ്ഞ റെഫറൻസ് പുസ്തകം മാറിയായിരുന്നു. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലും കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പം അത് എൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് കർത്താവ് നൽകിയിട്ടുള്ള നിയോഗമാണ്. ഈ ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസികളൊക്കെ തന്നെ സാക്ഷ്യം വഹിക്കുന്നവരായിരുന്നു. വലിയ പ്രസംഗമൊന്നും പറയണമെന്നില്ല സാക്ഷ്യം വഹിക്കാനായിട്ട്. ഞാൻ പാപിയായിരുന്നു, കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ടു, ദൈവം എനിക്ക് വലിയ പ്രത്യാശ തന്നിട്ടുണ്ട്. ഇതാർക്കാ പറയാൻ പറ്റില്ലാത്തത്? നമുക്കെല്ലാവർക്കും പറയാം. സാക്ഷ്യം വഹിക്കുന്നതിൽ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു നല്ല മാതൃകയുണ്ട്. ആരുടെ മാതൃകയാണെന്ന് ഓർക്കണ്ടല്ലോ അല്ലേ? സൗഖ്യം കിട്ടിയ കുരുടൻ്റെ മാതൃകയാണ്. അവനൊരു സാക്ഷ്യം പറയുന്നുണ്ട്, എതിർക്കാൻ പറ്റാത്ത സാക്ഷ്യമാണ്. ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നത്. അധികാരികളുടെ മുമ്പിൽ അവർ എന്ത് ധൈര്യമായിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഈ സാക്ഷ്യം നമുക്ക് എല്ലാവർക്കും വഹിക്കാനായിട്ട് സാധിക്കും. ഞാനിത് പറയുമ്പോൾ ഓർപ്പിക്കട്ടെ, നമ്മൾ ആരും ഇതിൽ നിന്ന് ഒഴിവുള്ളവരല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനിയോഗത്തിൽ പെട്ടതാണ് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. 3 നമ്മുടെ വിഷയമാണ്. സ്നാനപ്പെടുത്തണം. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യം നമ്മൾ കാണുകയാണ്. 4-ാമത്തെ കാര്യം, പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തണം. അത് മഹാനിയോഗത്തിൽപ്പെട്ടതാണ്. നമ്മൾ ആരൊക്കെ ചെയ്യണം അത്? പഠിപ്പിച്ച് ശിഷ്യപ്പെടുന്നത് ബൈബിൾ ക്ലാസ് എടുക്കുന്നവർ ചെയ്താൽ മതിയോ? പോരാ. പിന്നെ നമുക്ക് എല്ലാവർക്കുമുള്ള ഉത്തരവാദിത്വമാണ്. മാതാപിതാക്കൾക്ക് മിനിമം ഒരു ഉത്തരവാദിത്വമുണ്ട്. ആരെയെങ്കിലും പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തണം. സ്വന്തം പിള്ളേരെയെങ്കിലും പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തണം. അപ്പോൾ അതിന് മാതാപിതാക്കളോടത്തോളം പറ്റിയ ആളുകൾ വേറെ ആരും ഉണ്ടാകുകയില്ല. നമുക്ക് നിയോഗം വളരെ വിസ്തൃതമാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ കുഞ്ഞുങ്ങളെ എങ്കിലും പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്താൻ കഴിയാതെ വന്നാൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ കുറ്റക്കാരായിട്ട് തീരും. ആ ഒരു വാചകം പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതാണ്. 5-ാമത്തെ കാര്യം, പരിപാലിക്കണം. റെഫറൻസ് എഴുതിയിട്ടുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15, 16, 17 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് ഈ നിയോഗം ആവർത്തിക്കുന്നുണ്ട്. വിശദമായി പറയുന്ന നിയോഗം എവിടെയാണ്? എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം. അപ്പം ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, കർത്താവിൻ്റെ വേല എന്ന് പറഞ്ഞാൽ ഈ 5 കാര്യമാണ്. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വേല എന്ന് പറഞ്ഞാൽ ഈ 5 കാര്യം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് പോലെ വിശ്വസ്തമായി നിർവഹിക്കുക എന്നുള്ളതാണ്. ഇന്ന് ക്രിസ്തീയ കോളത്തിലേക്ക് നോക്കിയാൽ ഇതിലൊന്നും പെടാത്ത എന്തോരം കാര്യങ്ങളാണ് കർത്താവിൻ്റെ കാര്യമായിട്ട് ആളുകൾ തെറ്റിദ്ധരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൊരു പുസ്തകമുണ്ട്, കർത്താവിൻ്റെ കാര്യം നോക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ആലയത്തിലെ കാര്യം നോക്കുന്നത്, അവൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതാണ് കർത്താവിൻ്റെ കാര്യമായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവ് ഈ വലിയ കൃപ തന്നിരിക്കുന്നത് നമുക്ക് നല്ല കൊച്ചു ജീവിതം കൊണ്ട് ഉപജീവിക്കാൻ നമ്മൾ ചിലപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം.
പക്ഷേ അതിൻ്റെ കൂട്ടത്തിലും കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം